ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മളിന്നൊരു ട്രിപ്പിന് പോവാണ്. ശരിക്കും ഈ അൺഎക്സ്പെക്റ്റഡ് പ്ലാൻസ് അല്ലെങ്കിൽ ട്രിപ്പ് ഭയങ്കര അടിപൊളിയാന്ന് പറയുന്നത് ഭയങ്കര സത്യം കേട്ടോ. ഇത് എൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ട്രിപ്പാണ്. ആൻഡ് ഓരോ പ്ലേസും നിങ്ങൾക്ക് തന്നെ ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്യും. സോ നമ്മുടെ ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു 5:30 ആയപ്പോഴായിരുന്നു. ഇന്ന് നമ്മൾ പോകുന്ന പ്ലേസ് എന്ന് പറയുന്നത് ഉദോ ജിങ്കു ആണ്. ഇറ്റ് ഈസ് ഇൻ നിച്ചിനാൻ. സോ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ തന്നെ കണ്ടോ, നിങ്ങൾ തന്നെ പറയും എന്ത് അടിപൊളിയാണ്. ഇവിടുത്തെ സൺറൈസ് കാണാൻ നമുക്കൊരു അടിപൊളി സ്ഥലത്ത് പോകാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൊണ്ടുപോയൊരു പ്ലേസാണിത്. ആൻഡ് അടിപൊളി ഒരു ജിഞ്ചയാണ്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ തന്നെ ഭയങ്കര അടിപൊളിയായിരുന്നു. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ ഓൾമോസ്റ്റ് ഇതാ ജിഞ്ചയിലെത്തി. കറക്റ്റ് സൺറൈസ് ആവുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പ് തന്നെ നമ്മൾ എത്തി കേട്ടോ. അപ്പോൾ ഈ ജിഞ്ച നിങ്ങൾക്ക് കാണാം. ഇറ്റ് വാസ് സോ അടിപൊളി. സോ ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇറ്റ്സ് ആക്ച്വലി വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 7 സംതിങ് ആയിട്ടേ ഉള്ളൂ. ആൻഡ് നമ്മളിപ്പോൾ ഉള്ളത് ഉദോ ജിഞ്ച. ഓക്കെ, നമ്മൾ ജിഞ്ചയിലേക്കാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഇസ് സോ അമേസിങ്. ലിറ്ററലി ഞാൻ ഇത്ര എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ലെറ്റ്സ് എൻജോയ് ദി വ്യൂ ആൻഡ് നമുക്ക് മൊത്തം ഒന്ന് കറങ്ങി കാണാം. ഓക്കെ, ഇറ്റ്സ് സോ ഗുഡ്. ഏതൊരു കോർണറിൽ വെച്ചാലും വാവ് എന്ന് പറയാനുള്ള ഫാക്ടറി ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അത്ര അടിപൊളി പ്ലേസ് ആയിരുന്നു. സോ ഇതൊരു ജിഞ്ചയാണ്, വിച്ച് ഈസ് വെരി നിയർ ടു ദി സി. ഓക്കെ, അപ്പോൾ ജിഞ്ച നമ്മൾ കയറി കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങാനുണ്ട്. കുറച്ച് സ്റ്റെപ്സ് നമുക്ക് ഇറങ്ങാനുണ്ട്. അങ്ങനെ ഇറങ്ങി പോയി താഴോട്ട് പോയി കഴിഞ്ഞാൽ നേരെ നമുക്ക് ആ ഒരു ലെവലിൽ നമുക്ക് കുറച്ച് എത്താൻ പറ്റും. അതിനും താഴോട്ട് പോകാൻ പറ്റും എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. പക്ഷെ നമുക്ക് അന്ന് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആരും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ അത്ര ഏർലി മോർണിംഗ് പോയതുകൊണ്ട് തന്നെ ആരും ഉണ്ടായിരുന്നില്ല. സോ ഈ ജിഞ്ച ഇറ്റ് ഈസ് ലൈക്ക് റാബിറ്റിൻ്റെ ജിഞ്ചയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അത്രത്തോളം റാബിറ്റ്സിൻ്റെ സ്റ്റാച്യൂസ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. സോ ഇതാണ് ഞാൻ പറഞ്ഞ ആ വ്യൂ. കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങി പോകാണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതാണ് ആ വ്യൂ കേട്ടോ. ആൻഡ് സ്ലോലി നമ്മുടെ സൂര്യൻ ചേട്ടൻ ഉദിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ നിന്ന് കുറച്ചധികം ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ജിഞ്ചയുടെ അകത്തേക്ക് കയറി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് സീ ദി വ്യൂ ഗൈസ്. ലൈറ്റ് സൺറൈസും അതേപോലെ ഒരു അമ്പലത്തിൻ്റെ മുറ്റത്താണ് നമ്മൾ നിൽക്കുന്നത്. അതും ഒരു ഗുഹേൻ്റെ ഉള്ളിലുള്ളൊരു അമ്പലം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു ഫീൽ. ഇറ്റ് വാസ് സോ ഗുഡ്. ഓക്കെ, ഇത്രയും സ്റ്റെപ്സ് നമ്മൾ താഴോട്ടേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാലാണ് ഈ ഒരു ജിഞ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഏതൊരു ജിഞ്ചയിൽ പോയി കഴിഞ്ഞാലും നമുക്കിതുപോലെ കുറേ കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇത് ഇവരുടെയൊക്കെ എന്തോ പ്രെയറിൻ്റെ ഭാഗമായിട്ടാണ്. നമുക്ക് പെട്ടെന്ന് ഹെൽത്തി ആകാൻ വേണ്ടിയിട്ടും അതേപോലെ രോഗങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഇൽനെസ്സുള്ള ആർക്കെങ്കിലും നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് പൈസ കൊടുത്തിട്ട് മേടിച്ചിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ ജിഞ്ചയിൽ തന്നെ പ്രാർത്ഥിച്ചിട്ട് ഇടാം. അങ്ങനെയൊക്കെയാണ് ഇവരുടെ. അല്ലെങ്കിൽ ഇങ്ങനെ ടൈ ചെയ്തിട്ട് വെക്കാനുള്ള പ്ലേസസ് ഉണ്ട്. സോ ഇത് ഞാൻ കണ്ട ഒരു ആക്ടിവിറ്റിയാണ്. ഫിഷ് ചെയ്യുന്ന പോലെ നമ്മൾ റോപ്പ് ഇട്ടിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈ ഒരു വ്യൂ ഒന്ന് നോക്കിയാൽ നിങ്ങൾ അമേസിങ് അല്ലേ? ഇറ്റ് ഈസ് ലൈക്ക് മെസ്മറൈസിങ്. വാവ്, നമ്മൾ റീൽസിൽ അല്ലെങ്കിൽ ആനിമയിലൊക്കെ കാണുന്ന ടൈപ്പാണ്. സോ ഇത് ഒരു പ്രെയറാണ്, ഒരു വിഷാണ്. സി സൺറൈസ്, ജസ്റ്റ് സീ ഹൗ എവറിത്തിങ് ഓൾ കം ടുഗെദർ എന്ന് നോക്കിയേ.
സൺറൈസ് പ്ലസ് ഇതിന് നേരെ താഴോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ഒരു കുഞ്ഞ് ഒരു റൗണ്ട് കാണും. ആ റൗണ്ടിലേക്ക് നമ്മൾ ആ സ്റ്റോൺസ്, ഞങ്ങൾ നേരത്തെ മേടിച്ചില്ല, ആ സ്റ്റോൺസ് നമ്മൾ ഇടണം. അത് കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ പെട്ടാൽ നമ്മൾ വിഷ് ചെയ്ത കാര്യം നടക്കുന്നതാണ്. ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരു കാര്യം വിഷ് ചെയ്തിട്ടുണ്ട്, എൻ്റെ കറക്റ്റ് ആ ഒരു റൗണ്ടിൽ വീണിട്ടുണ്ട്. നടന്നാൽ ഞാൻ ഡെഫിനറ്റ്ലി ഇൻഫോം ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ അങ്ങനെ കുറേ അടിപൊളിയായിട്ടുള്ള കൾച്ചർ നമുക്കിവിടുന്ന് കുറേ കാണാൻ സാധിക്കും. Bye to this place. നമുക്ക് ഇനിയിപ്പോൾ പോയിട്ട് വി ഹാവ് അരബൈത്തോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ച് റൂമിലേക്ക് പോവാം. We can't miss. Let's go guys. നമ്മൾ ശരിക്കും ഈ ഒരു പ്ലേസ് കണ്ടിട്ട് ലീവ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മളപ്പോൾ പോയില്ല. നമ്മൾ പിന്നെ അവിടുന്ന് നേരെ പോയിട്ടുണ്ടായിരുന്നത് ഒരു കാസിൽ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഗൈസ്, ഈ ഒരു പ്ലേസിൽ ഒരു റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ യു ക്യാൻ സീ അവിടെ കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ജപ്പാൻ ലിറ്ററലി കേട്ടോ. ശരിക്കും ഒരു ഗ്രാമപ്രദേശം തന്നെയാണ്. ഞാൻ താമസിക്കുന്ന സ്ഥലമൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ശരിക്കും ഒരു ഗ്രാമപ്രദേശം പോലെ തന്നെയാണ്. ഇത്രയ്ക്കൊരു ഗ്രാമപ്രദേശം അല്ല കേട്ടോ ഞാൻ സ്റ്റേ ചെയ്യുന്നത്. പക്ഷേ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വുഡ് സേ യു ക്യാൻ കം ടു ജപ്പാൻ. അത്രയ്ക്കും പീസ്ഫുള്ളാണ് ഈ ഒരു ഭാഗമൊക്കെ. ആൻഡ് നമ്മൾ ഓൾമോസ്റ്റ് ഒരു, ഞാൻ പറഞ്ഞ പോലെ 10 മിനിറ്റ് ആയപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. സോ ദിസ് വാസ് ദ പ്ലേസ്. പക്ഷേ നമ്മൾ ഉള്ളിലേക്കൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു എനിക്ക് അരബൈത്തം ഉണ്ടായിരുന്നു. കറക്റ്റ് 11:30 ആൻഡ് ഷാർപ്പ് 11:30 നമ്മളിവിടെ എത്തണത്. അതിനുശേഷം സൈക്കിൾ ചവിട്ടി അവിടെ എങ്ങനെയാണ് ഞങ്ങൾ കറക്റ്റ് ആ ഒരു സമയത്ത് അവിടെ എത്തിപ്പെട്ടതെന്ന് അറിയില്ല. ആൻഡ് ജപ്പാനിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ ടൈമിംഗ് എന്നുള്ള കാര്യം. നൈസ് സൺറൈസും നൈസ് ആ ഒരു സണ്ണിൻ്റെ വെളിച്ചവും ഈ ഒരു വ്യൂ ഒക്കെ കാണാൻ ശരിക്കും അടിപൊളിയായിരുന്നു. എനിക്ക് സമയം തീരെ തികയാത്തതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ബട്ട് ഡെഫിനറ്റ്ലി ഇനിയൊരു ദിവസം നമുക്ക് ഇതിൻ്റെ ഉൾവശമൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വേണ്ടി പോകാം. കുറച്ചധികം നന്നായിട്ട് വീഡിയോസ് എടുക്കാൻ ഞാൻ ഈ ഒരു വ്ളോഗിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ.
ഓ ഗൈസ്, നമ്മളിനി ഇവിടെ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ആക്ച്വലി നമുക്ക് ടൈം ഭയങ്കര കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ളും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഉള്ളിലേക്കൊന്നും കയറിയില്ല, ജസ്റ്റ് പുറഭാഗം മാത്രമേ കണ്ടിട്ടുള്ളൂ. ബട്ട് ദാറ്റ് ഇസ് എനഫ് ഫോർ ടുഡേ. കാരണം നമുക്കിനി പോയിട്ട് അറബൈത്തോന് പോകാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ആൻഡ് ദ പ്ലേസ് ഇസ് ലൈക്ക് സോ അടിപൊളി. ലിറ്ററലി നമ്മൾ ശരിക്കും ഒരു ഗ്രാമപ്രദേശത്തേക്കാണ് വന്നിട്ടുള്ളത്. നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഈ സൈഡിൽ ഇങ്ങനെ വെള്ളം പോകുന്ന ഇതിൽ ഫിഷിനെ കാണാൻ പറ്റുമോ? ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചാല് ഇല്ലേ, അതായത് വൃത്തികേടായിട്ട് വെള്ളം പോകുന്ന സ്ഥലം അതാണ്, അല്ലെങ്കിൽ വേസ്റ്റ് വെള്ളം പോകുന്ന പ്ലേസാണ് ഇവിടെ ഇത്രയും ക്ലീനായിട്ട് അവിടെ ഫിഷിനെ വളർത്തുന്നത്. ഒന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ, വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. എനിക്ക് ഇറ്റ് വാസ് ലൈക്ക് വാവ് എന്നായിരുന്നു. അത്ര അടിപൊളി ഫിഷ്. നമുക്ക് ആ കൈയിട്ട്, ഞാൻ ആ വെള്ളം കൈയിട്ടിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, അത്ര ക്ലീൻ വെള്ളം കേട്ടോ. സോ ഗൈസ്, നമ്മളിപ്പോൾ തിരിച്ചു പോകുക കേട്ടോ. ഇറ്റ് വാസ് എ അടിപൊളി ഡേ. ഒരു റിഗ്രറ്റും ഇല്ല. ആക്ച്വലി നല്ല തണുക്കുന്നുണ്ട്. തണുത്ത് മര വെച്ചിട്ട്, വെയിലുണ്ടെങ്കിൽ പോലും എനിക്ക് തണുത്ത് മര വെച്ചിട്ട് കയ്യിൽ ഐസ് ആവുന്നുണ്ട്. നല്ല തണുപ്പുണ്ട്. പക്ഷേ ഐ ജസ്റ്റ് ടുക്ക് ദിസ് ഫോർ ആസ് എ മെമ്മറി. ഞാൻ പറഞ്ഞില്ല ഇങ്ങോട്ട് വരുമോ ഇല്ലയോ നമുക്ക് അറിയില്ല. സോ എനിവേ ലെറ്റ് ഇറ്റ് ബി ഹിയർ വിത്ത് മീ. സോ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ലീവ് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ബിക്കോസ് ഞാൻ പറഞ്ഞു ഓൾറെഡി. അപ്പോൾ നമ്മൾ എല്ലാം കണ്ടു, തിരിച്ചു പോവുകയാണ്. അടിപൊളി. ഇറ്റ്സ് ഓൺലി 10 o'clock ഹിയർ. 10 മണി ആവുന്നേ ഉള്ളൂ. ബട്ട് ഓൾമോസ്റ്റ് ലൈക്ക് എല്ലാം ഇവിടെ പാക്കായി തുടങ്ങി. സോ വി ജസ്റ്റ് ഗോയിങ് ടു ലീവ് ദിസ് പ്ലേസ്. സോ ബൈ. ഇനി പോകുന്ന വഴിക്ക് കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റിയാൽ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അതർവൈസ് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യാണ്, നിർത്തുകയാണ്. ഞാൻ ഈ ഹർബൈത്തിന് പോകുന്ന വ്ളോഗൊന്നും എടുക്കുന്നില്ല. അത് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയിട്ട് എപ്പോഴെങ്കിലും നമുക്കിടാം. സോ എനിവേ ബൈ, അണ്ടിൽ നെക്സ്റ്റ് ടൈം, ടാറ്റാ, സീ യു. അപ്പോൾ അടുത്ത വ്ളോഗിൽ നമുക്ക് കാണാം. ബൈ ബൈ.